നമ്മള് സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ ഒക്കെ കൺസെപ്റ്റ് എന്താണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഫ്രൈഡേ തേഴ്സ്ഡേ ഞാൻ റെക്കോർഡ് ഇടാന്ന് പറഞ്ഞിട്ട് പിന്നീട് ലൈവ് ഇടാന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ഇട്ട ഒരു ദിവസം ഉണ്ടല്ലോ. അപ്പൊ അന്ന് ഞാൻ ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഒക്കെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽ കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട്, സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഉണ്ട്. ഒരു പോളിനോമിയൽ ഓവർ എ ഫീൽഡ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നമുക്ക് അതിന്റെ റൂട്ട്സ് ഉണ്ടാവണമെന്നില്ല നമ്മുടെ പോളിനോമിയലിന്. പക്ഷെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിൽ നമുക്ക് അതിന് എക്സ്റ്റൻഷൻ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇതിന്റെ ഒരു സൂപ്പർ ഫീൽഡ് എന്ന് വേണം വിളിക്കാം. അപ്പൊ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിനകത്ത് അതിന്റെ റൂട്ട് ഉണ്ടാകും. എക്സിസ്റ്റൻസ് ഒക്കെ അതിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പോളിനോമിയൽ ഉണ്ട്. ആ പോളിനോമിയലിനെ നമുക്കിപ്പം എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട്. ആ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ ക്യൂ എന്ന് വേണമെങ്കിൽ ഓർ ആർ എന്ന് പറയാമല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആർ ഓഫ് എക്സിലെ ഒരു പോളിനോമിയൽ ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ അതിനെ ആർ ഓഫ് എക്സ് ഓവർ ആർ നോക്കിക്കഴിഞ്ഞാലേ അതിനെ നമുക്ക് ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ എങ്ങനെയേ പറ്റുള്ളൂ? എക്സ് മൈനസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. പക്ഷെ പിന്നെന്താണ് ഈ ഫാക്ടറൈസ് ചെയ്യുന്നത് ആർ ഓഫ് എക്സിലെ പോളിനോമിയൽസ് ആയിട്ടല്ല നമ്മൾ എഴുതിയിരിക്കുന്നത്. എക്സ് മൈനസ് ഐ എക്സ് പ്ലസ് ഐ ആർ ഓഫ് എക്സിനകത്ത് വരത്തില്ല. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ആ ഒരു പോളിനോമിയൽ നമുക്ക് എവിടെയാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കുന്നത്? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഐനെയും പിന്നെ ഈ ഓവർ ആർ എന്ന് പറയുമ്പോൾ ആ ഒരു ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറിനെ ഐനെയും കണ്ടെയ്ൻ ചെയ്യുന്നത് നമ്മുടെ സി തന്നെയാണ്. അപ്പൊ സിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫീൽഡാണ് ഇതിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഓഫ് സെറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് Z3 of I is equal to Z for A plus B is such that A comma B belongs to Z3. Is a splitting field for f of x over Z3 ആണ്. കാരണം നമ്മൾ ഈ എഫ് ഓഫ് എക്സിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള നമുക്ക് അറിയാമല്ലോ. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാവുന്ന ആ ഒരു രീതിയിൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1 + i 1 - i റൂട്ട്സ് കിട്ടുന്നത്. പക്ഷെ 1 + i 1 - i നമുക്ക് Z3-ക്കകത്തുള്ള എലമെന്റ്സ് അല്ല. അപ്പൊ ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതണമെങ്കിൽ ഐ ആണല്ലോ എക്സ്ട്രാ വന്നിരിക്കുന്നത്. അപ്പൊ Z3 അതിന്റെ കൂടെ പിന്നെ ഐയും കൂടെ ചെയ്യുന്ന ആ ഒരു Z3 ഐനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡാണ് Z3 of I. അവിടെ നമുക്ക് ഇതിനെ ഇതേ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ Z3 of I of X ലെ ഒരു ഫാക്ടറൈസേഷൻ ആവും ഇത്. Z3 of I എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലെ എലമെന്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. Z3 of I എന്ന് പറഞ്ഞാൽ Z3നെയും ഐനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഫോർ A plus B I such that A comma B belongs to Z3 ആണ്. Is a splitting field for f of x over Z3 because f of x is x minus of 1 plus I into x minus of 1 minus I. Also from the proof of Kroneker's theorem that the element x plus cyclically generated by x square plus x plus 2 of f is equal to Z3 of x by cyclically generated by x square plus x plus 2 is a 0 f of x. Kroneker's theorem എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കത്തിൽ നമ്മളൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉണ്ടെങ്കിൽ അതിനൊരു അതിന്റെ റൂട്ട്സ് ഉള്ള ഒരു ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു തിയറം പഠിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ പേരെന്താ? നമ്മുടെ ചാപ്റ്റർ 20 നമ്മൾ ആദ്യം പഠിച്ച തിയറം എന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഫണ്ടമെന്റൽ തിയറം ഓഫ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഫീൽഡ് തിയറി. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തിട്ട് അതിന്റെ റൂട്ട്സ് ഉള്ള ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് അതേപോലെ തന്നെ അതിന് ക്രോണക്കേഴ്സ് തിയറം എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു പേരാണ്. ഓൾസോ ഫ്രം ദി പ്രൂഫ് ഓഫ് ക്രോണക്കേഴ്സ് തിയറം ദാറ്റ് ദി എലമെന്റ് x plus cyclically generated by x square plus x plus 2 of f is equal to f എന്ന് നമ്മൾ ഇതിനെയാണ് വിളിക്കുന്നത് Z3 of x by cyclically generated by
x square plus x plus 2. അതാണ് F. From the proof of Kronecker theorem that the element x plus cyclic is generated by x square plus x plus 2 of f is equal to z3 of x by x square plus x plus 2 is a zero of f of x. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് ഉണ്ടല്ലോ, നമ്മുടെ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. ഇപ്പൊ ഇതിന് ഒരു റൂട്ട് ഇവിടെ കണ്ടുപിടിച്ചേക്കുവാണ് എക്സ് പ്ലസ് സൈക്ലിക് ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. അപ്പൊ അതിന്റെ പ്രൂഫിൽ ഇതേ രീതിയിലാണ് നമ്മളത് അവിടെ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഞാനതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പോളിനോമിയലിന്റെ ഒരു റൂട്ടാണ് ഈ എക്സ് പ്ലസ് സൈക്ലിക് ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. അത് ഏത് ഫീൽഡാണെന്ന് അറിയോ? z3 of x by cyclic generated by x square plus x plus 2. പിന്നെ ഇതിനകത്തുള്ള പല കാര്യങ്ങളും ചാപ്റ്റർ 70 നിങ്ങളൊന്ന് പ്രൂഫ് നോക്കിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നോക്കുക, ഡെഫിനിഷൻസ് കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം അത് പഠിക്കാൻ. കാരണം ഇതിനകത്തില് ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഫീൽഡിനാണോ നമ്മൾ സംശയം തോന്നുന്നത്. അപ്പം ആ ചാപ്റ്ററിനകത്തിൽ ഒരു തിയറം പറയുന്നുണ്ട്. ഇപ്പൊ എഫ് ഒരു ഫീൽഡാണ്, പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലും ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ സൈക്ലിക് ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ആയിരിക്കും അതിനകത്തുള്ളത്. ഇപ്പൊ Z3 എന്ന് പറയുന്നത് ZP is a ഫീൽഡ് when P is a prime എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ Z3 ഒരു ഫീൽഡാണ്. Z3 of x by x square plus x plus 2 എന്ന് പറയുന്നത് നമ്മുടെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്. ഓവർ Z3 ഇതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്. അപ്പൊ is a zero of f of x. അപ്പൊ അതൊരു ഫീൽഡാണ് ആവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ചാപ്റ്റർ 70 പറയുന്നതാണ് ഇങ്ങനെ വരുന്ന ഈ ഫോമിൽ വരുന്ന ആ ഒരു പിന്നെ സെറ്റ് ഒരു ഫീൽഡാണെന്ന് അതിനകത്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇതിനകത്തെ ഒരു എലമെന്റ് ആണ് എക്സ് പ്ലസ് സൈക്ലിക് ജനറേറ്റഡ് ബൈ എക്സ് പ്ലസ് എക്സ് പ്ലസ് 2. അതെന്ന് പറയുന്നത് നമ്മുടെ പോളിനോമിയൽ 0 ആയിരിക്കും. അപ്പൊ അത് നോക്കാം, നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് സൈക്ലിക് ജനറേറ്റഡ് ബൈ എക്സ് പ്ലസ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് x plus cyclic generated by x plus x plus 2 plus 2 is equal to ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ a plus b the whole square വെച്ചിട്ട് നമ്മൾ ഇതേ രീതിയിലുള്ള എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. അപ്പൊ ഇനി മുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ x plus cyclic generated by x plus x plus 2 ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് a plus b the whole square വെച്ച് ചെയ്യുമ്പോൾ ആദ്യം x square കിട്ടും. പിന്നെ നമുക്കുള്ളത് 2x into cyclic generated by അതാണല്ലോ, അതെന്ന് പറഞ്ഞാൽ ആ സെറ്റ് തന്നെയാണ്. കാരണം സൈക്ലിക് ജനറേറ്റഡ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 2 ന്റെ ഈ പറഞ്ഞ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എലമെന്റ്സ് അതിന്റെ എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 പിന്നെ അതിന്റെ സ്ക്വയർ അത് തന്നെ കിട്ടും പ്ലസ് പിന്നെ x പ്ലസ് പ്ലസ് 2 പ്ലസ് 2 പിന്നെ എന്താ ഉള്ളത് എല്ലാം കൂടെ ഒരുമിച്ച് സൈക്ലിക് ഗ്രൂപ്പിന്റെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് സൈക്ലിക് ഗ്രൂപ്പ് തന്നെ കിട്ടും. പിന്നെ ഈ ടേംസ് x square plus x plus 2a plus cyclic generated by x square plus x plus 2 is equal to cyclic generated by x square plus x plus 2 എന്ന് കിട്ടും. Since f of x has degree 2, f of x ന് ഡിഗ്രി 2 ആണല്ലോ, നമ്മുടെ x square plus x plus 2 ന്റെ ഡിഗ്രി 2 ആണ്. It follows from the factor theorem, corollary 2 of theorem 16.2 that the other zero of f of x must also be in f. Since f of x has degree 2, f of x ന് നമുക്ക് ഡിഗ്രി 2 ആണുള്ളത്. It follows from the factor theorem, corollary 2 of theorem 16.2 that the other zero of f of x must also be in f. അപ്പൊ ഈ f of x ന്റെ ഒരു സീറോ എന്ന് പറയുന്നത് നമുക്ക് ഈ എക്സ് പ്ലസ് സൈക്ലിക് ജനറേറ്റഡ് ബൈ എക്സ് പ്ലസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നതാണല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ എന്താണ് നമ്മള് ഫാക്ടറൈസ് ഈ സീറോ വെച്ചിട്ട് നമുക്ക് ഫാക്ടറൈസ് ഈ പറഞ്ഞ എന്താണ് കൊറോളറി ഓഫ് തിയറം 16.2 പറയുന്നത് a എന്ന് പറയുന്നത് ഒരു സീറോ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്, എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് കൊറോളറി പറയുന്നത്. അപ്പോ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് സൈക്ലിക് ജനറേറ്റഡ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് ഒരു സീറോ ഓഫ് നമ്മുടെ പോളിനോമിയൽ ആണെങ്കിൽ നമ്മള് അതിന്റെ ഒരു ഫാക്ടർ കണ്ടുപിടിക്കുമ്പോ എങ്ങനെ വരുന്നേ, ഫാക്ടർ കണ്ടുപിടിക്കുമ്പോ നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു റൂട്ട് ഇപ്പൊ ഇതിനെ എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനെ ഞാൻ എ എന്ന് വിളിക്കുക. ഇപ്പൊ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫാക്ടർ. ഈ എക്സ് മൈനസ് എ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടുന്നത് ഒരു എക്സ് മൈനസ് ബി ആയിരിക്കുമല്ലോ. കാരണം ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മളൊരു
ഫസ്റ്റ് എന്റെ ഭർത്താവെയോ ഇത്രയും നേരം കണ്ടില്ലേ? ഇപ്പൊ കാണുന്നില്ല. ഓക്കെ, കാണാലോ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഇപ്പൊ എവിടെ വരെയാണ് കേട്ടത്, കണ്ടത് എവിടെ വരെയാ? ഓക്കെ 4. അപ്പൊ ഇവിടെ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ എക്സ് പ്ലസ് സൈക്ലിക് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് നമ്മുടെ പോളിനോമിയലിന്റെ ഒരു സീറോ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചേക്കുക. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകത്തില്ലേ? എക്സ് പ്ലസ് ഐ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എഫ് ഓഫ് എക്സിന്റെ ഡിഗ്രി 2 ആണ്. എഫ് ഓഫ് എക്സിന്റെ ഡിഗ്രി 2 ആണ്. പിന്നെ നമ്മൾ ഈ ഫാക്ടർ ഫ്രം ദി ഫാക്ടർ തിയറം കൊളറിറ്റ് 2 ഓഫ് തിയറം 16.2 പറയുന്ന ഇതാണ്. എ എന്ന് പറയുന്ന ഒരു റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് അതിനകത്ത് പറയുന്നത്. മനസ്സിലായോ? എ ഈസ് എ സീറോ ആണെങ്കിൽ എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ. അപ്പോൾ ഇവിടെ നമുക്കൊരു സീറോ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പോളിനോമിയലിന്റെ ഒരു സീറോ ആണ് എക്സ് പ്ലസ് സൈക്ലിക് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. അപ്പൊ ഇതിനെ ഞാൻ എ എന്ന് വിളിച്ചെന്ന് വിചാരിക്കുക. അപ്പോ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് എ ഫാക്ടർ ഓഫ് നമ്മുടെ എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പൊ ഈ എക്സ് മൈനസ് എ കൊണ്ട് ഞാൻ ഈ പറഞ്ഞ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2വിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ ഒരു പോളിനോമിയൽ എങ്ങനെ ഇരിക്കും? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രീനെ ഫസ്റ്റ് ഡിഗ്രി കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കോഎഫിഷ്യന്റ് 1 ആണ്. അത് കിട്ടുന്നത് എങ്ങനെ ഇരിക്കും? എക്സ് മൈനസ് ഓഫ് ബി ആയിരിക്കുമല്ലോ. കാരണം എക്സ് മൈനസ് ഏതിന്റെ ഫാക്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. എക്സ് മൈനസ് ബി, ബി എന്താണെന്ന് നമുക്ക് അറിയില്ല. ബി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സ് മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോ എക്സ് മൈനസ് ബി എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മുടെ എക്സ് പ്ലസ് സൈക്ലിക് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് the other zero must also be in F. കിട്ടിയതായിരുന്നു, പെട്ടെന്ന് പോയി. എക്സ് പ്ലസ് സൈക്ലിക് ജനറേറ്റ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഒരു സീറോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സീറോ കൊണ്ട് ഇതൊരു സീറോ ആണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഈ പറഞ്ഞ ഫാക്ടർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ഫാക്ടർ കൂടെ കിട്ടും. എക്സ് മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കിട്ടുന്നു. അപ്പം ഞാൻ ആലോചിച്ചോട്ടെ, പറയാം. ഓ കിട്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ? നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഡിഗ്രി 2 ആണ്. ഇപ്പൊ എക്സ് മൈനസ് എ എന്ന് പറയുന്നത്
അപ്പം ഇതാണ് നമ്മുടെ ഒരു റൂട്ടായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എക്സ് പ്ലസ് സൈക്ലിക് ജനറൽ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന നമുക്കൊരു റൂട്ടാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് 0 ആണ്. ആ 0 എവിടെ വരുന്നുണ്ട്? നമ്മുടെ എഫിനകത്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു 0 ആണെങ്കിൽ നമുക്ക് എക്സ് മൈനസ് ഇതെന്ന് പറയുന്നത് അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. എക്സ് മൈനസ് ഈ റൂട്ട് ഒരു ഫാക്ടർ ആയിരിക്കും. പിന്നെ ഇപ്പൊ ഒരു ഫാക്ടർ ആണെങ്കിൽ ബാക്കിയുള്ളതൊരു ഫസ്റ്റ് ഡിഗ്രി വരുന്ന ഒരു സാധനമായിരിക്കും. അപ്പൊ എക്സ് മൈനസ് ഒരു നമ്പർ ആയിരിക്കും. ഞാനിത് എഴുതുന്ന സമയത്ത് എനിക്കത് മനസ്സിലായതായിരുന്നു. അത് പിന്നെ നമുക്കിവിടെ ഈ പറഞ്ഞ എക്സ് പ്ലസ് സൈക്ലിക് ജനറൽ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് ഒരു റൂട്ടാണെന്ന് കിട്ടി, ഒരു 0 ആണെന്ന് കിട്ടി നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ. അപ്പോ ഇതൊരു 0 ആണെങ്കിൽ ഈ തിയറം ഇവിടെ കൊറോളറി 2 എന്ന് പറയുന്നത് ഉദ്ദേശിച്ചിരിക്കുന്ന ഇതാണ്. എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. എ ഒരു 0 ആണെങ്കിൽ എക്സ് മൈനസ് എ ഫാക്ടർ ആയിരിക്കും. അപ്പോ ഇപ്പം ഈ പറഞ്ഞ ഒരു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ തിയറം ഈ പറഞ്ഞ കൊറോളറി 2 ഓഫ് തിയറം 16.2 അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മറ്റേ 0യും ഈ എഫിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അതാണ് ഇത് എഴുതാൻ നേരത്തെ എനിക്കത് കിട്ടിയത്. ഇപ്പൊ അത് പോയി. Other 0 of must also be in F. എനിക്ക് തോന്നുന്നത് ഇതാണ്, നമുക്കൊരു റൂട്ട് കിട്ടി, എക്സ് എ എന്ന് പറയുന്ന ഒരു നമ്പർ അതിന്റെ റൂട്ടായിട്ട് കിട്ടി. ഇപ്പൊ നമുക്ക് എക്സ് മൈനസ് എ ഫാക്ടർ ആണ്, നമ്മൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതും എക്സ് മൈനസ് ഒരു നമ്പർ ആയിരിക്കും. അപ്പൊ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ Z3 of X-ലെ ഒരാളെ പ്ലസ് എക്സ് സൈക്ലിക് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ആ ഫോമിലായിരിക്കും അത് വരുന്നത്. നമ്മുടെ ഈ പറഞ്ഞത് എക്സ് മൈനസ് എ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ വെച്ചിട്ട് ഇപ്പൊ എ എന്ന് പറയുന്ന ഏതാണെന്ന് അറിയും. എ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഇതാണ്, എക്സ് പ്ലസ് സൈക്ലിക് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. ഇതാണ് നമുക്ക് 0 ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ മൊത്തത്തിൽ പറയുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതിനെ എ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് എ ആണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഒരു 0 ആണ്. ഇത് എ ആണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആണെന്ന് നമുക്ക് ഈ തിയറം 16.2ന്റെ കൊറോളറിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് അത് ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ രീതിയിലൊരു സംഭവമായിരിക്കും Z3 of X. അതായത് നമ്മൾ അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ എക്സ് മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കിട്ടും. എക്സ് മൈനസ് ബി എന്ന് പറയുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബി നോക്കുകയാണ്. ബി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ Z3 of X-ലെ ഒരു എലമെന്റ് പ്ലസ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ആ ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതിന്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു കാരണം അത് ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാനത് പറഞ്ഞു തന്നോളാം കേട്ടോ. നിങ്ങളും അത് നോട്ട് ചെയ്ത് വെച്ചോണേ. Since f of x has degree 2, it follows from the factor theorem that the other 0 of f of x must also be in f. അപ്പൊ നമുക്ക് നമുക്കൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ഞാനത് നോക്കാം.
ഡിഗ്രി എഫ് ഓഫ് എക്സിന്റെ ഡിഗ്രി 2 ആണ്. ഫാക്ടർ തിയറത്തിനകത്ത് നിന്ന് നമുക്ക് കിട്ടും അതർ സീറോ എഫ് ഓഫ് എക്സ് എവിടെ തന്നെ വരും, എഫിൽ തന്നെ വരും എന്ന് നമുക്ക് കിട്ടും. ദസ് എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ്സ് ഇൻ എഫ്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ സീറോ എഫിൽ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ സീറോയും എഫിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് കിട്ടും. കിട്ടി, ഈ പറഞ്ഞ രീതിയിൽ കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇപ്പം രണ്ട് സീറോയും നമുക്ക് അവിടെ തന്നെ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ്സ് ഇൻ എഫ് ആണ് അല്ലെ. നമുക്ക് സ്പ്ലിറ്റ്സ് ഇൻ എഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് അതിന്റെ ഫാക്ടേഴ്സ് ഇങ്ങനെ എഴുതുമ്പോൾ ഇപ്പൊ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് എഴുതുമ്പോൾ ഈ എയും ബി എഫിൽ വരണം. ഇപ്പൊ എയും ബി ഇവിടെ എഫിൽ വരുന്നുണ്ട്, അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് എഫ്. ആൻഡ് ബിക്കോസ് എഫ് ഈസ് എ 2-dimensional വെക്ടർ സ്പേസ് ഓവർ Z3. അപ്പൊ എഫ് എന്ന് നോക്കിക്കേ, എഫ് നോക്കി Z3 ബൈ സൈക്ലിക് ജനറേറ്റ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. ഇതിലെ എലമെന്റ്സ് എങ്ങനെ ആയിരിക്കുക, Z3 എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റന്റുകൾ 0, 1, 2 അത് വെച്ചിട്ടുള്ള പോളിനോമിയൽസ് വരുന്നത്. ഡിഗ്രി വരുന്നത് ഡിഗ്രി 1 അതായത് ഫസ്റ്റ് ഡിഗ്രി വരെ ഇതിനകത്ത് വരത്തുള്ളൂ. അപ്പൊ അത് നിങ്ങളുടെ ചാപ്റ്റർ 17 അത് റെഫർ ചെയ്യണേ. ഇതിനകത്തിൽ ഈ എങ്ങനെയാണ് ഈ പോളിനോമിയൽസ് വരിക എന്നുള്ളതൊക്കെ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു ക്യൂബ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ മോളിൽ എഴുതിയിരിക്കുന്ന ആ ഒരു ഫീൽഡിനകത്ത് നമുക്ക് സെക്കൻഡ് ഡിഗ്രി വരെയുള്ളതേ മാക്സിമം കിട്ടും. കാരണം ക്യൂബ് വരുന്നുള്ളതിനെ നമുക്ക് ആ സൈക്ലിക് ഗ്രൂപ്പിന്റെ ഉള്ളിലേക്ക് നമുക്ക് അബ്സോർബ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ Z3 ബൈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. അപ്പൊ അതിനകത്തില് വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫസ്റ്റ് ഡിഗ്രി വരെ മാക്സിമം വരത്തുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ Z3 ഒരു പോളിനോമിയലെ പ്ലസ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ആ ഫോമിലാണല്ലോ അതിൽ വരിക. ഒരു സ്മോൾ എഫ് ഓഫ് എക്സ് പ്ലസ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 വെയർ സ്മോൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു Z3 ആ ഫോമിലായിരിക്കും വരുന്നത്. അപ്പോഴ് നമുക്ക് ഈ പറഞ്ഞ എഫ് ഓഫ് എക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് മാക്സിമം 1 വരത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു ക്യൂബിക് ആയിരുന്നെങ്കിൽ നമുക്ക് മാക്സിമം 2 ഡിഗ്രി വരും. പി ഓഫ് എക്സിന്റെ എഫ് ഓഫ് എക്സിന്റെ ഡിഗ്രി മാക്സിമം 2 വരും. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇതിലെ എലമെന്റ്സ് ഇരിക്കുന്നത്. അപ്പോ ഇതിലെ എലമെന്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ വേണ്ടത്, നമുക്ക് കോൺസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ എന്തായാലും 1 വേണം. പിന്നെ ഫസ്റ്റ് ഡിഗ്രി മാത്രമേ വരുന്നുള്ളൂ, പിന്നെ അപ്പൊ എക്സ് കൂടെ മതി. അപ്പൊ 1 ഉം എക്സും ഉണ്ടെങ്കിൽ Z3 ബൈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 എലമെന്റ്സിനെ എല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എഫ് ഈസ് എ 2-dimensional വെക്ടർ സ്പേസ് ഓവർ Z3 എന്ന് നമുക്ക് പറയാം. Thus f of x is split in f, and because f is a 2-dimensional vector space over Z3, a basis we know that f is also a splitting field of f of x over Z3. അപ്പോൾ f എന്ന് പറയുന്നത് 2-dimensional വെക്ടർ സ്പേസ് ഓവർ Z3 ആണ്. സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പോളിനോമിയൽ അവിടെ, പിന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ f is also a splitting field of f of x over Z3 എന്ന് നമുക്ക് പറയാം. Let us try to factor f of x in f. അപ്പൊ ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാൻ പോവാണ് നമ്മൾ. Let us try to factor f of x in f. Factoring f of x in f is confusing because we are using the symbol x in two distinct ways. It is used as a placeholder to write the polynomial f of x, and it is used to create the coset representatives of the elements of f. അപ്പൊ ഇവിടെ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലടത്ത് നമുക്ക് എക്സ് പ്ലസ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു ആ ഒരു എക്സ് വെച്ചിട്ട് നമുക്ക് ഈ എക്സ് പ്ലസ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതേസമയം ഈ സൈക്ലിക് ഗ്രൂപ്പിനകത്തില് വീണ്ടും എക്സ് വരുന്നുണ്ട് പലയിടങ്ങളിലും. അപ്പൊ അതൊരു കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്ലേസ് ഹോൾഡർ ടു റൈറ്റ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ആൻഡ് ഈസ് used to create the coset representatives of the elements of f. This confusion can be avoided by simply identifying the coset. അപ്പൊ ഈ കോസെറ്റ് മൊത്തത്തിൽ ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഈ 1 പ്ലസ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 നമ്മൾ 1 കൊണ്ടും ഈ കോസെറ്റ് എക്സ് പ്ലസ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ബീറ്റ കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അല്ലാതെ 1 ഉം എക്സും കൊണ്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എലമെന്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ ബീറ്റ എന്നും മറ്റേനെ 1 ഉം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. വിത്ത് ദിസ് ഐഡന്റിഫിക്കേഷൻ ദ ഫീൽഡ് Z3 ബൈ
cyclic regenerated by x square plus x plus 2 can be represented as, അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ 1 ഉം ബീറ്റയും കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ z3f(x) by cyclic regenerated by x square plus x plus 2 എലമെന്റ്സ് ഈ പറഞ്ഞതൊക്കെയാണ്. 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. അതൊക്കെ എവിടത്തെയാണെന്നറിയോ? നമ്മുടെ Z3 എല്ലാ എലമെന്റ്സും വരുന്നുണ്ട്. Z3 എല്ലാ എലമെന്റ്സും Z3f(x) by cyclic regenerated by x square plus x plus 2 വരും. 0, 1, 2 വരും. പിന്നെ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? x plus cyclic regenerated by x square plus x plus 2 വരും. അതാണ് ഒരു കോസെറ്റ്. പിന്നെ വരുന്ന ഒരെണ്ണം ഏതാണ്? പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്ലസ് ഇത് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ x plus cyclic regenerated by x square plus x plus 2, അത് ബീറ്റ ആണ്. ബീറ്റ വരുന്നുണ്ടെങ്കിൽ ബീറ്റ പ്ലസ് ബീറ്റ അവിടെ വരും. 2 ബീറ്റയും വരുന്നുണ്ട്. 3 ബീറ്റ വരത്തില്ല, കാരണം Z3f(x) ആണ്. അപ്പൊ 3 ബീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. പിന്നെ വരുന്നത് ബീറ്റയും 1 ഉണ്ടെങ്കിൽ ബീറ്റ പ്ലസ് 1 വരും. പിന്നെ 2 ബീറ്റയും 1 ഉണ്ടെങ്കിൽ 2 ബീറ്റ പ്ലസ് 1 വരും. പിന്നെ ബീറ്റ പ്ലസ് 2 വരും. 2 ബീറ്റ പ്ലസ് 2 വരും. ഇത്രയും എലമെന്റ്സ് ആണ് നമ്മുടെ Z3f(x) by cyclic regenerated by x square plus x plus 2 These elements are added and multiplied just as polynomials are, except that we use the observation that x square plus x plus 2 plus cyclic regenerated by x square plus x plus 2 is equal to 0. അപ്പൊ നമ്മളിപ്പോ എഴുതിയിരിക്കുന്ന നമ്മൾ എന്തെന്നറിയാം, നമ്മുടെ പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ Z3f(x) by cyclic regenerated by x square plus x plus 2 രണ്ട് എലമെന്റ്സിനെ നമ്മൾ ഇപ്പം 1 ഉം ബീറ്റയും കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നമ്മളുടെ ഫീൽഡിനകത്തിലുള്ള എലമെന്റ്സ് ഇതൊക്കെയാണ്. ഈ എലമെന്റ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, x square plus x plus 2 plus cyclic regenerated by x square plus x plus 2 is equal to നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്താണ്? ഈ ഇതിനകത്തുള്ള തന്നെ എലമെന്റ് അല്ലേ, ഈ നമ്മുടെ സൈക്ലിക് ഗ്രൂപ്പിലെ തന്നെ എലമെന്റ് ആണ് ഈ x square plus x plus 2 എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിലേക്ക് അബ്സോർവ് ചെയ്യും, നമുക്ക് 0 കിട്ടും. അപ്പൊ ഇതിങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ബീറ്റ ഈ x square plus x plus 2 plus cyclic regenerated by x square plus x plus 2 ഈസ് ഈക്വൽ ടു നമുക്ക് 0 ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ബീറ്റ ഇട്ട് കൊടുക്കുമ്പോ നമുക്ക് എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നേ? ബീറ്റ നമ്മൾ എഴുതിയിരിക്കുന്ന സെറ്റിനകത്തില് വരുന്നുണ്ട്. x square plus x plus 2 plus cyclic regenerated by x square plus x plus 2 is equal to 0 എന്താ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ 0 എന്ന് പറയുന്നത് നമ്മളുടെ ഈ നമ്മുടെ എന്താണ് ഈ x square plus x plus 2 എന്ന് പറയുന്നത് cyclic regenerated by x square plus x plus 2 ആണല്ലോ നമ്മുടെ ഇവിടുത്തെ 0 എന്ന് പറയുന്നത്. അല്ലേ? നമ്മുടെ ഈ പറഞ്ഞ x square plus Z3(x) നമ്മുടെ g/h എന്ന് പറയുന്ന ഒരു കോസെറ്റ് എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ 0 ഏതാണ്? h ആണ് അവിടുത്തെ 0 അല്ലേ? g/h എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടർ ഗ്രൂപ്പ് ഇല്ലേ? ഫാക്ടർ ഗ്രൂപ്പിനകത്തുള്ള 0 എലമെന്റ് g/h വരുന്ന എലമെന്റ്സിന്റെ ഫോം ah such that a belongs to g ആണ്. അപ്പൊ അവിടെ വരുന്ന നമ്മുടെ 0 എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അല്ലെ? a plus h ആണെങ്കിൽ നമ്മുടെ 0 എലമെന്റ് ഏതാ? h അല്ലേ? അല്ലേ?
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ആണ് നമ്മളുടെ 0 എന്ന് പറയുന്നത്. അപ്പം ഈ എക്സ് സ്ക്വയർ പ്ലസ് ഈ പറഞ്ഞ എല്ലാ എലമെന്റ്സും നമ്മുടെ എവിടെ വരുന്ന എലമെന്റ്സ് ആണ്? നമ്മുടെ Z3 of x ബൈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 വരുന്ന എലമെന്റ്സ് ആണ്. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതിനകത്തുള്ള തന്നെ എലമെന്റ് ആണ് നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. അപ്പൊ നമുക്ക് ബീറ്റ, നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ബീറ്റയാണ് വരുന്നതെങ്കിൽ ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് 2 പ്ലസ് സൈക്ലിക് ഗ്രൂപ്പ് പ്ലസ് വേണ്ട, അത് ഇതെന്താണെന്ന് നമുക്കറിയണ്ട. ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് 2 ഈക്വൽ ടു നമുക്ക് 0 എന്ന് എഴുതാം. കാരണം ഇവിടെ ഈ പറഞ്ഞ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ 0 എലമെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. Z3 of x ബൈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 0 എന്ന് പറയുന്നത് ഈ കോസറ്റിലെ ഫാക്ടർ ഗ്രൂപ്പിലല്ലേ ഇത് 0 എലമെന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ നമുക്ക് ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് 2 ഇസ് ഈക്വൽ ടു നമുക്ക് എപ്പോഴും കിട്ടുന്നത് 0 ആയിരിക്കും. സോ ദാറ്റ് ബീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇപ്പൊ ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ മൈനസ് 2, അത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ കിട്ടും. മൈനസ് ബീറ്റ മൈനസ് 2 ഇസ് ഈക്വൽ ടു, ഇനി ഇതെല്ലാം Z3 of x നകത്താണ് നമ്മുടെ കോൺസ്റ്റൻസ് എല്ലാം Z3-യിലുള്ളതാണല്ലോ. Z3-യിലുള്ള കോൺസ്റ്റന്റ് ആണ്. അപ്പൊ മൈനസ് 1 എന്ന് പറഞ്ഞാൽ അവിടെ 2 ബീറ്റയാണ്. മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം മൈനസ് 1ന്റെ സ്ഥാനത്ത് 2 കൊടുക്കുന്നു. മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1 ആണ് Z3-ക്കകത്ത്. അപ്പൊ ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് 2 ബീറ്റ പ്ലസ് 1 എന്ന് കിട്ടുന്നു. ഇനി 2 ബീറ്റ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 ബീറ്റ പ്ലസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 2 ഈക്വൽ ടു നമ്മുടെ കുറച്ച് കമ്പ്യൂട്ടേഷൻസ് ഈ എലമെന്റ്സ് വെച്ചിട്ടുള്ള Z3 of x ബൈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ആ ഒരു എന്താണ് ഇതിനകത്തിലെ എലമെന്റ്സ് മുഴുവനും എഴുതിയിട്ടുണ്ട്. എലമെന്റ്സ് എഴുതിയിട്ട് എലമെന്റ്സ് തമ്മിലുള്ള കമ്പ്യൂട്ടേഷൻസ് ഓപ്പറേഷൻസ് എങ്ങനെ വരുമെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് ഇങ്ങനൊരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു നമുക്ക് 0 ആണ്. അപ്പൊ ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് 2 എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ 0 എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന നമ്മുടെ ഈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ആണ്. അപ്പൊ അതിനെ നമ്മൾ 0 ആയിട്ട് കൊടുക്കുന്നു. ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പൊ അതിൽ നമുക്ക് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ മൈനസ് 2 എന്ന് കിട്ടും. പിന്നെ ഈ കോൺസ്റ്റൻസ് എല്ലാം Z3-യിലുള്ളതാണ്. ഇപ്പൊ Z3-യിൽ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി 2 ബീറ്റ പ്ലസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 2 കണ്ടുപിടിക്കുമ്പോൾ 2 ബീറ്റ സ്ക്വയർ പ്ലസ് 5 ബീറ്റ പ്ലസ് 2 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ബീറ്റ പ്ലസ് 1 പ്ലസ് 5 ബീറ്റ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 4 ബീറ്റ പ്ലസ് 2 പ്ലസ് 5 ബീറ്റ പ്ലസ് 2 എന്ന് കിട്ടും. ഈക്വൽ ടു 9 ബീറ്റ പ്ലസ്. അപ്പൊ ഇതെങ്ങനെ റീപ്ലേസ് ചെയ്തത്? ആദ്യം ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ ഇതിലെ രണ്ട് എലമെന്റ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയതാ. 2 ബീറ്റ പ്ലസ് 1 ബീറ്റ പ്ലസ് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ 2 ബീറ്റ സ്ക്വയർ പ്ലസ് 5 ബീറ്റ പ്ലസ് 2 എന്ന് കിട്ടും. ഈക്വൽ ടു ബീറ്റ സ്ക്വയർ നമ്മൾ തൊട്ട് മേളിൽ എഴുതിയിട്ടുണ്ട്. 2 ബീറ്റ പ്ലസ് 1 ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ 2 ഇൻറ്റു 2 ബീറ്റ പ്ലസ് 1 എന്ന് എഴുതും, പ്ലസ് 5 ബീറ്റ പ്ലസ് 2 എന്ന് എഴുതി. ഇനി മൊത്തത്തിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ബീറ്റ പ്ലസ് 2 പ്ലസ് 5 ബീറ്റ പ്ലസ് 2 എന്ന് കിട്ടും. ഇനി 4 ബീറ്റ 5 ബീറ്റ കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 ബീറ്റ എന്ന് കിട്ടും. പ്ലസ് 4 ഇസ് ഈക്വൽ ടു 9 ബീറ്റ പ്ലസ് 4 എങ്ങനെയാണ് നമുക്ക് 1 ആവുന്നേ? നയൻ ബീറ്റ പ്ലസ് 4 എങ്ങനെ 1 ആവുന്നേ? ഇവിടെ കോൺസ്റ്റൻസ് എവിടെ നിന്നുള്ളതാണ്? Z3 എന്നുള്ളതല്ലേ? Z3 എന്നുള്ളതാകുമ്പോ 9 അവിടെ എന്താണ്? Z3-യില് 0 ആണ്. 4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 കിട്ടും. അങ്ങനെയാണ് അവിടെ 9 ബീറ്റ പ്ലസ് 4 എന്ന് പറയുന്നത് 1 ആവുന്നത്. അപ്പം
ജസ്റ്റ് രണ്ടെണ്ണം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ടു ഒബ്റ്റെയിൻ ദ ഫാക്ടറൈസേഷൻ ഓഫ് f of x in f we simply long divide as follows. അപ്പൊ ഇനി നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കാം. ഫാക്ടറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് മൈനസ് ബീറ്റ, ബീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ബീറ്റ നമ്മൾ പറഞ്ഞില്ലേ, എക്സ് പ്ലസ് സൈക്ലിക് ജനറേറ്റ് ബൈ എക്സ് പ്ലസ് എക്സ് പ്ലസ് ടുവിനെ ബീറ്റ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞായിരുന്നു. ഈ പറഞ്ഞത് എഫ് ഓഫ് എക്സിന്റെ റൂട്ട് ആണെന്ന് നമ്മൾ ആദ്യമേ പ്രൂവ് ചെയ്തായിരുന്നു. അപ്പോ ബീറ്റ എന്ന് പറയുന്നത് അവിടെ റൂട്ട് ആണെങ്കിൽ എക്സ് മൈനസ് ബീറ്റ അതിന്റെ ഫാക്ടർ ആയിരിക്കും. അപ്പോ ഈ പറഞ്ഞത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാ കിട്ടുക. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടുവിനെ നമ്മള് എക്സ് മൈനസ് ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടു അല്ലേ നമ്മുടെ പോളിനോമിയൽ. അപ്പൊ അതിനെ എക്സ് മൈനസ് ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം എക്സ് കൊണ്ട് ചെയ്യാം. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ബീറ്റ എക്സ് എന്ന് കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബീറ്റ എക്സ് പ്ലസ് ടു. പിന്നെ അടുത്തതിന് ബീറ്റ പ്ലസ് ബീറ്റ എക്സ് മൈനസ് ബീറ്റ സ്ക്വയർ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ടു എന്ന് കിട്ടും. ഇനി പ്ലസ് 1 കിട്ടും. പ്ലസ് 1 കൊടുക്കുമ്പോൾ എക്സ് മൈനസ് ബീറ്റ എന്ന് കിട്ടും. പിന്നെ ഏറ്റവും താഴെ ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് 2 ഈസ് ഈക്വൽ ടു നമുക്ക് 0 കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് 2 ഈസ് ഈക്വൽ ടു നമുക്ക് 0 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു നമുക്ക് എക്സ് മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ബീറ്റ പ്ലസ് 1. ഇപ്പൊ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയല്ലോ. Thus, we have found two splitting fields for x square plus x plus 2 over z3. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫാക്ടറൈസേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് സ്പ്ലിറ്റിംഗ് ഫീൽഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വൺ ഓഫ് ദി ഫോം എഫ് ഓഫ് എ. എഫ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീറ്റനെയും എഫിനെയും കണ്ടേ. ബീറ്റ ഇവിടെ ബീറ്റ ആണല്ലോ വന്നിരിക്കുന്നത്. നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് എക്സ് മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ബീറ്റ പ്ലസ് 1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബീറ്റ എന്ന് പറയുന്നതിനെയും എഫിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡ്. അപ്പൊ അത് എഫ് ഓഫ് എ ഫോമിലായിരിക്കും. വൺ ഓഫ് ദി ഫോം എഫ് ഓഫ് എ ആൻഡ് വൺ ഓഫ് ദി ഫോം എഫ് ഓഫ് എക്സ് ബൈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. അപ്പൊ അത് നമ്മൾ ആദ്യം തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാ. ഏതാണെന്നറിയാം, ഈ എഫ് ഓഫ് എക്സ് ബൈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിനകത്ത് ഒരു ഫാക്ടറൈസേഷൻ ഉണ്ട്. അതൊരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിനെ ഒന്നുകൂടെ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ എക്സ് മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ബീറ്റ പ്ലസ് 1 ആ ഒരു ഫോമിൽ കിട്ടിയിരിക്കുന്നു. അപ്പൊ ആ ഒരു ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബീറ്റനെയും എഫിനെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ അതും അതിന്റെ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട്. രണ്ട് സ്പ്ലിറ്റിംഗ് ഫീൽഡ് കിട്ടി. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. The next theorem shows how the fields f of a and f of x by cyclic group generated by p of x are related in the case where p of x is irreducible over f and a is a zero f p of x in some extension of f. അതാണ് തിയറം 20.3. f of a is isomorphic to f of x by cyclic group generated by p of x. Let f be a field and let p of x belongs to cyclic p of x belongs to f of x be irreducible over f. If a is a zero f p of x in some extension e of f, then f of a is isomorphic to f of x by cyclic group generated by p of x. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ രണ്ടെണ്ണം ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ്, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ എഫ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു സീറോ ഓഫ് പി ഓഫ് എക്സ് ഇൻ സം എക്സ്റ്റൻഷൻ ഇ ഓഫ് എഫ് ആണെങ്കിൽ, എന്ന് പറയുന്ന ഒരു സീറോ നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. പി ഓഫ് എക്സിന് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് നമുക്ക് എ എന്ന് പറയുന്ന ഒരു സീറോ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എയും എഫ് ഓഫ് എക്സ് ബൈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സും ഐസോമോർഫിക് ആയിരിക്കും. Furthermore, if dig p of x is equal to n, then every member of f of a can be uniquely expressed in the form cn minus 1 a raised to n minus 1 plus cn minus 2 a raised to n minus 2 plus etc plus c1a plus c0, where c0 to c1 etc cn minus 1 belongs to f. അപ്പൊ ഇത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച എക്സാമിനകത്തുനിന്ന് നമ്മൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ രീതിയിൽ ഒരു പോളിനോമിയൽ നമുക്ക് ഉണ്ടായിരുന്നു, ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിരുന്നു. z3 of x അത് ഇറഡ്യൂസിബിൾ ആയിരുന്നു. അപ്പൊ ആ ഒരു പോളിനോമിയലിന്റെ റൂട്ട്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് നോക്കിയപ്പോ എഫ് ഓഫ്
എ ഐസോമോർഫിക് ടു എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എയും കിട്ടിയിട്ടുണ്ട്, ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് എഫ് ഓഫ് എ എന്ന ഫോമിലും കിട്ടി, വേറൊരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് എഫ് ഓഫ് എക്സ് ബൈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റ് ബൈ പി എഫ് എക്സ്, ആ ഫോമിൽ നമുക്ക് അവിടെ ആ എക്സാമ്പിളിനകത്ത് കിട്ടി. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള ഒരു ബന്ധം എന്നാണ് നമ്മുടെ തിയറം 20.3 നമുക്ക് കിട്ടുന്നത്. കൺസിഡർ ദി ഫംഗ്ഷൻ ഫൈ ഫ്രം എഫ് ഓഫ് എക്സ് ടു എഫ് ഓഫ് എ. അപ്പൊ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഫൈ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ, ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ ഫൈ ഇസ് എ റിംഗ് ഹോമോമോർഫിസം. അപ്പൊ അത് ഞാനത് ജസ്റ്റ് പ്രൂവ് ചെയ്തേക്കും, അത് ടെക്സ്റ്റിൽ അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം, ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഫൈയുടെ ഡെഫിനിഷൻ വെച്ചിട്ട് എഫ് പ്ലസ് ജി ഓഫ് എ ആണ്, അതിന് എഫ് ഓഫ് എ പ്ലസ് ജി ഓഫ് എ എന്ന് എഴുതുന്നത്. ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഫൈ ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. അടുത്ത് ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ഇതിന് എഫ് ജി ഓഫ് എ എന്ന് എഴുതാം, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എ ഇൻറ്റു ജി ഓഫ് എ എന്ന് എഴുതാം, ഈക്വൽ ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് ജി ഓഫ് എക്സ്. നെക്സ്റ്റ് വി ക്ലെയിം ദാറ്റ് കേർണൽ ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ക്ലെയിം അടുത്തത് ഇതാണ്, കേർണൽ ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. കൺസിഡർ ഫൈ ഓഫ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബൈ ഡെഫിനിഷൻ അത് പി ഓഫ് എ ആണ്. പി ഓഫ് എ ഈക്വൽ ടു 0, കാരണം എ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 0 എഫ് പി ഓഫ് എക്സ് ഇൻ സം എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ ഓഫ് എഫ് എന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റിനകത്തുണ്ട്. അപ്പോ പി ഓഫ് എക്സ് എവിടെ വരുന്നുണ്ട്, കേർണൽ ഓഫ് ഫൈക്കകത്ത് വരുന്നുണ്ട്, കാരണം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫൈയിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 0 ആ കിട്ടിയത്. അപ്പൊ പി ഓഫ് എക്സ് കേർണൽ ഓഫ് ഫൈയിൽ വരുന്നുണ്ട്. അപ്പൊ പി ഓഫ് എക്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പി ഓഫ് എക്സിന്റെ സൈക്ലിക് ഗ്രൂപ്പ് അപ്പൊ കേർണൽ ഓഫ് ഫൈയിൽ തന്നെ കിടക്കുമല്ലോ, കാരണം പി ഓഫ് എക്സ് കേർണൽ ഓഫ് ഫൈ വരുന്നുണ്ട്. കേർണൽ ഓഫ് ഫൈ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ബൈ തിയറം 17.5 വെച്ചിട്ട് നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മാക്സിമൽ ഐഡിയൽ ആണെന്നുണ്ട്. പി എന്ന് പറയുന്ന ഇറഡ്യൂസിബിൾ ആണെങ്കിൽ പി ഓഫ് എക്സിന്റെ ആ ഒരു ഗ്രൂപ്പ് മാക്സിമൽ ഐഡിയൽ ആയിരിക്കും എന്നതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ വി നോ ദാറ്റ് പി ഓഫ് എക്സ് മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ കേർണൽ ഓഫ് ഫൈ ഐഡിയൽ ആണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നതാണ്. കേർണൽ ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ മാക്സിമൽ ഐഡിയലിനെ കേർണൽ ഓഫ് ഫൈ കണ്ടെയ്ൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ പി ഓഫ് എക്സ് തന്നെ കേർണൽ ഓഫ് ഫൈ ആവണമല്ലോ. പി ഓഫ് എക്സ് മാക്സിമൽ ഐഡിയല, അപ്പൊ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു പ്രോപ്പർ ഐഡിയൽ ഉണ്ടാകരുത്. പ്രോപ്പർ ഐഡിയൽ ആണോ ഈ കേർണൽ ഓഫ് ഫൈ? കേർണൽ ഓഫ് ഫൈ പ്രോപ്പർ ആ, കാരണം കേർണൽ ഓഫ് ഫൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ബിക്കോസ് കേർണൽ ഓഫ് ഫൈ ഡസ് നോട്ട് കണ്ടെയ്ൻ ദി കോൺസ്റ്റന്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നാട്ടോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എന്തായാലും നമ്മുടെ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഉണ്ടല്ലോ, നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ഉറപ്പായിട്ടും വരുന്നുണ്ട്. അതൊന്നും നമ്മുടെ ഈ പറഞ്ഞ കേർണൽ ഓഫ് ഫൈക്കകത്ത് വരത്തില്ല, കാരണം നമുക്ക് ഈ എക്സിന്റെ സ്ഥാനത്ത് എ കൊടുക്കുവാണല്ലോ നമ്മൾ ഫൈ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ചെയ്ത് എഫ് ഓഫ് എ ആണ്. അപ്പൊ അത് 0 ആവണോ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എപ്പോഴും ഇപ്പൊ 1 ആണ് എടുക്കുന്നത്, എപ്പോഴും 1 ആയിരിക്കും. 2 ആണെങ്കിൽ എപ്പോഴും 2 ആയിരിക്കും, നമുക്ക് 0 കിട്ടത്തില്ല. അതുകൊണ്ട് കേർണൽ ഓഫ് ഫൈക്കകത്ത് കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ഒന്നും വരത്തില്ല. അതുകൊണ്ട് കേർണൽ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പൊ കേർണൽ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർ ഐഡിയൽ ആണ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോ പി ഓഫ് എക്സ് മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട് അത് കേർണൽ ഓഫ് ഫൈയിൽ കണ്ടെയ്ൻഡ് ആവാൻ പറ്റത്തില്ല, അത് ഈക്വൽ ആവത്തേ ഉള്ളൂ. അപ്പൊ ബിക്കോസ് കേർണൽ ഓഫ് ഫൈ ഡസ് നോട്ട് കണ്ടെയ്ൻ ദി കോൺസ്റ്റന്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. അപ്പോ ഇംപ്ലൈസ് ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി അടുത്തത് തിയറം 15.3 കൊറോളറി 1 ഓഫ് തിയറം 17.5 റെഫറൻസിന് വേണ്ടി കൊടുത്തതാണ്. അപ്പൊ അത് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എക്സാമിന് എഴുതുന്നത് നല്ലതാണ്. ഫസ്റ്റ് ഐസോമോർഫിസം തിയറം ഫോർ റിംഗ്സ് നോക്കാം. ഫൈ എന്ന് പറയുന്ന റിംഗ് ഹോമോമോർഫിസം ഫ്രം ആർ ടു എസ് ഉണ്ടെങ്കിൽ then the mapping from R by kernel of phi to phi of R given by R plus kernel of phi to phi of R is an isomorphism. Is in symbols R by kernel of phi isomorphic to phi of R. Okay. അപ്പൊ നമുക്കൊരു റിംഗ് ഹോമോമോർഫിസം ഫൈ ഉണ്ടെങ്കിൽ R by kernel of phi isomorphic to phi of R ആയിരിക്കും.
മനസ്സിലായി? ഫസ്റ്റ് ഐസോമോർഫിസം തിയറത്തിൽ പറയുന്ന ഇതാണ്. ഫൈ എന്ന് പറയുന്ന ഒരു റിംഗ് ഹോമോമോർഫിസം ആർന്ന് എസിലേക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആർ ബൈ കേർണൽ ഓഫ് ഐ ഐസോമോർഫിക് ടു ഫൈ ഓഫ് ആർ ആയിരിക്കും. അത് നമ്മളിപ്പോൾ ഉപയോഗിക്കും. ഇനി കൊറോളറി 1 ഓഫ് തിയറം 17.5 വെച്ചിട്ട് എഫ് ഓഫ് എക്സ് ബൈ ഐഡിയ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഇസ് എ ഫീൽഡ് ആണ്. എഫ് പി എ ഫീൽഡ് ആൻഡ് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയലും ആണെങ്കിൽ ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എഫ് ഓഫ് എക്സ് ബൈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഇസ് എ ഫീൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പോ ബൈ തിയറം 15.3 വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ബൈ കേർണൽ ഓഫ്. അപ്പൊ തിയറം 15.3 നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ബൈ കേർണൽ ഓഫ് ഐ എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, കാരണം ആർ ബൈ കേർണൽ ഓഫ് ഐ ഐസോമോർഫിക് ടു ഫൈ ഓഫ് ആർ ആണ്. അപ്പൊ ഇവിടെ ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ബൈ കേർണൽ ഓഫ് ഐ ഐസോമോർഫിക് ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ബൈ കേർണൽ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആണ്. അത് നമ്മൾ തൊട്ടുമുമ്പ് എഴുതിയല്ലോ, പ്രൂവ് ചെയ്തു. അപ്പൊ എഫ് ഓഫ് എക്സ് ബൈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അത്രയും കിട്ടും നമുക്ക്. 15.3 അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും കിട്ടും. ബൈ കൊറോളറി 1 ഓഫ് തിയറം 17.5 വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ബൈ, ഇനി എഫ് ഓഫ് എക്സ് ബൈ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. പി റെഡ്യൂസിബിൾ ആണെങ്കിൽ അതൊരു ഫീൽഡ് ആണെന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇത് തമ്മിൽ ഐസോമോർഫിക് ആണെങ്കിൽ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് എ സബ് ഫീൽഡ് and we get phi of f of x is a subfield of f of a, noting that phi of f of x contains both f and a, and f of a is the smallest such fields. We have f of x by ideal generated by p of x isomorphic to phi of f of x is equal to f of a. അപ്പോ ഈ പറഞ്ഞ ഇതൊരു ഫീൽഡ് ആണ് നമുക്ക് കിട്ടും. എഫ് ഓഫ് എക്സ് ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഫീൽഡ് ആണ്. നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? കൊറോളറി 1 ഓഫ് തിയറം 17.5 വെച്ചിട്ട് ഇതൊരു ഫീൽഡ്. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ഫീൽഡ് ആണ്. അപ്പൊ ഈ ഫൈ ഓഫ് എഫ് ഓഫ് എക്സും ഫീൽഡ് തന്നെ ആയിരിക്കും. പിന്നെ ഈ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ വരുന്ന എല്ലാ പോളിനോമിയൽസിന്റെയും പിന്നെ സ്ഥാനത്ത് ഇപ്പം എക്സ് സ്ക്വയർ പ്ലസ് 2 ഉണ്ടെങ്കിൽ അത് എ സ്ക്വയർ പ്ലസ് 2 ആവുക, അങ്ങനല്ലേ? ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ ആണ്. അപ്പൊ എക്സ് വരുന്നിടത്തല്ല എ വെച്ച് റീപ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫീൽഡിനകത്തില് നമ്മൾ ഫൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടൊക്കെ എക്സ് വരുന്നു അവിടെ എല്ലാം നമുക്ക് എ വരുന്നു. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ബൈ ideal generated by p of x is a field, and we get phi of f of x is a subfield of f of a. അപ്പം phi of f of x എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എയുടെ ഒരു സബ്ഫീൽഡ്. കാരണം എഫ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഫിനെയും എനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡ്. ഈ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് പൂർണ്ണമായിട്ട് എവിടാ കിടക്കുന്നത്? ഇതിനകത്തിലായിരിക്കും കിടക്കുന്നത്. കാരണം ഇതിനകത്തിൽ വരുന്ന എല്ലാ എലമെന്റ്സ് ഈ എഫ് ഓഫ് എയിൽ വരുന്ന ആളുകളാണ്. എന്നുവെച്ചാൽ ഈ ഫൈ ഓഫ് എഫ് ഓഫ് എക്സിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഫൈ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ എവിടൊക്കെ പോളിനോമിയൽസിൽ എക്സ് വരുന്നുണ്ടോ അവിടെ എല്ലാം നമുക്ക് എ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പൊ എയും ഉണ്ട്, എയുടെ കുറെ ടേംസ് ഉണ്ടാവും, പിന്നെ വരുന്ന എല്ലാ കോൺസ്റ്റൻസും ആണ്. അപ്പൊ ഈ പറഞ്ഞ എഫ് ഓഫ് എയുടെ ഒരു സബ് ഫീൽഡ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Noting that phi of f of x contains, കാരണം എന്താ, ഈ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ആണെന്ന് നമുക്ക് കിട്ടി. ഒരു ഫീൽഡ് ആണ്, ഇതിന്റെ സബ്സെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടും. കാരണം ഇതിൽ വരുന്ന ആൾക്കാർ, അതായത് ഇതിന്റെ ഇമേജ് ഫൈ എഫ് ഓഫ് എക്സിന്റെ ഇമേജ് അണ്ടർ ഫൈ പൂർണ്ണമായിട്ട് ഈ എഫ് ഓഫ് എയിൽ കിടക്കുന്ന ഒരു അവസ്ഥയുള്ളത്. കാരണം നമ്മൾ ഫൈ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്നു. പിന്നെ ഇത് ഫീൽഡ് ആണെന്നുള്ളത് തൊട്ട് മേളിൽ പറഞ്ഞ തിയറത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. So is a subfield of f of a. Noting that phi of f of x contains, ഇനി phi of f of x അതിൽ f ഉം a ഉം ഉണ്ട്. പിന്നെ f of a എന്ന് പറയുന്നതാണ് is the smallest such field ആണ്. f നെയും a നെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡ് ആണ് ഈ പറഞ്ഞ f of a. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. phi of f of x ഒരു ഫീൽഡ് ആണ്, അത് ഈ f of a യിൽ കിടക്കുന്നുണ്ട്. f of a എന്ന് പറയുന്ന f നെയും a നെയും കണ്ടെയ്ൻ ചെയ്ത ഏറ്റവും ചെറിയ ഫീൽഡും ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് f of x ബൈ cyclic generated by p of x is isomorphic to phi of f of x is equal to f of a എന്ന് എഴുതാം. അതാണ് നമുക്ക്
ആദ്യം ഒരു കാര്യം പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഫൈനൽ അസേർഷൻ ഓഫ് ദ തിയറം. ഫൈനൽ അസേർഷൻ പറയുന്നത് എന്താ? തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഫൈനൽ അസേർഷൻ degree, furthermore, if degree of p of x is equal to n ആണ്, then every member of f of a can be uniquely expressed in the form. ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. The final assertion of the theorem follows from the fact that every element of f of x by ideal generated by p of x can be expressed uniquely in the form Cn minus 1 x raised to n minus 1 plus etc plus c naught a plus cyclically generated by p of x. അതെങ്ങനെ നോക്കാം? എവരി എലമെന്റ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ഐഡിയ cyclically generated by p of x നെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? For let f be a field and let p of x belongs to f of x. ഒരു polynomial ഉണ്ട്. If f of x, g of x belongs to f of x and degree of f of x less than degree of p of x ആണ്. അതേപോലെ തന്നെ degree of g of x less than degree of p of x ആണെങ്കിൽ then f of x plus cyclically generated by p of x is equal to g of x plus cyclically generated by p of x implies f of x is equal to g of x. അപ്പൊ ഇത് അതിന്റെ ഒരു പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് f എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്, p of x എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ f of x നകത്ത് നിന്ന് എടുത്തു. f of x ഉം g of x ഉം ക്യാപിറ്റൽ f of x ലുള്ള പോളിനോമിയൽസ് ആണ്. ഡിഗ് f ലെസ് ദാൻ ഡിഗ് p യും ഡിഗ് g ലെസ് ദാൻ ഡിഗ് p യും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ f of x plus p of x is equal to g of x plus p of x ആണെങ്കിൽ f is equal to g. അതായത് യൂണീക്ക് റെപ്രസെന്റേഷൻ ആണെന്നാ പറയുന്നത്. p of x നേക്കാളും ഡിഗ്രി ചെറുതായിട്ടുള്ള എല്ലാവർക്കും യൂണീക്ക് റെപ്രസെന്റേഷൻ ആണ് വരുന്നത്. f ന്റെയും g ന്റെയും ഡിഗ്രി p of x ന്റെ ഡിഗ്രിനേക്കാളും ചെറുതാണെങ്കിൽ f of x plus p of x is equal to g of x plus p of x ആണെങ്കിൽ f of x is equal to g of x ആയിരിക്കും. അതിന്റെ ഒരു പ്രൂഫ് ഉണ്ട്. if f of x നമുക്ക് ഈക്വൽ ആണെന്ന് കാണിക്കേണ്ടത് f of x not equal to g of x ആണെങ്കിൽ ഡിഗ്രി ഓഫ് f of x മൈനസ് g of x ലെസ് ദാൻ ഡിഗ്രി ഓഫ് p of x അല്ലേ? കാരണം f ന്റെയും g ന്റെയും ഡിഗ്രി ലെസ് ദാൻ p of x. അപ്പോ ഇതിന്റെ സബ്ട്രാക്ട് ചെയ്താൽ അതിന്റെ ഒരു ഡിഗ്രിയും ലെസ് ദാൻ ഡിഗ്രി ഓഫ് p of x ആയിരിക്കും. But the minimum degree of any member of ideal generated by p of x is dig p of x. No, minimum degree of any member of cyclically generated by p of x. Cyclically generated by p of x നകത്തിലെ ഏറ്റവും ഡിഗ്രി ചെറിയത് വരുന്ന ആള് p എന്ന് പറയുന്നത് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. അപ്പൊ അതിനകത്തിലെ ഏറ്റവും ഡിഗ്രി കുറവുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്? നമ്മുടെ p of x തന്നെയാണ്. ഇംപ്ലൈസ് അപ്പോ ഈ പറഞ്ഞ f of x പ്ലസ് cyclically generated by p of x is equal to g of x plus p of x എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ f minus g plus p of x is equal to നമുക്ക് p of x എന്ന് എഴുതാം. അപ്പൊ f minus g plus p of x is equal to നമ്മൾ p of x എന്ന് എഴുതിയാൽ f minus g എവിടെ വരുന്നുണ്ടെന്ന അർത്ഥം? ഈ p of x ന്റെ ഗ്രൂപ്പിൽ വരുന്നുണ്ടെന്ന. f minus g p of x ന്റെ ഗ്രൂപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ f minus g യുടെ ഡിഗ്രി p ന്റെ ഡിഗ്രിനേക്കാളും കുറയുവാണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അതെന്ന് വെച്ചാൽ 0 ആയിരിക്കും. അപ്പോ f minus g എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും കിട്ടുക. ഇംപ്ലൈസ് f of x is equal to നമുക്ക് g of x എന്ന് കിട്ടും. The natural isomorphism from f of x by cyclically generated by p of x to f of a carries. ഇനി നാച്ചുറൽ ഐസോമോർഫിസം f of x by p of x നകത്ത് നമ്മൾ f of a യിലേക്ക് ഡിഫൈൻ ചെയ്യുകയാണ്. ck x raised to k plus ideal generated by p of x നെ ck a raised to k യിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ നാച്ചുറൽ ഐസോമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഐസോമോർഫിക് ആണെന്നുള്ളത്, അതായത് ഇവിടെ നമ്മളെ പോളിനോമിയൽസിന്റെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. പോളിനോമിയൽസിന്റെ കേസിൽ ഒരു യൂണീക്ക് റെപ്രസെന്റേഷൻ ഉണ്ടെന്നാണ് ഇപ്പൊ പ്രൂവ് ചെയ്തത്. f of x ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ p of x ആണെങ്കിൽ അതിന്റെ അകത്തിലെ എലമെന്റ്സിന് യൂണീക്ക് ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാണിക്കേണ്ടത് നമ്മുടെ ഫൈനൽ അസേർഷൻ എന്ന് പറയുന്നത് a വെച്ചിട്ടാണ് ഉള്ളത്. Furthermore, if dig p of x is equal to n, then every member of f of a can be uniquely expressed in the form എന്നാ കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ? അപ്പൊ അതിനകത്തിൽ ഈ f of a യും നമ്മുടെ f of x by ഐഡിയൽ cyclically generated by p of x f of a തമ്മിൽ ഒരു ഐസോമോർഫിസം ഉണ്ട്.
ആ ഐസോമോർഫിസം വെച്ചിട്ട് സി കെ എക്സ് റെസ് ടു കെ പ്ലസ് പി ഓഫ് എക്സിനെ സി കെ റെസ് ടു കെയിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ സി കെ എക്സ് റെസ് ടു കെ പ്ലസ് പി ഓഫ് എക്സിനുള്ള അതേ റിസൾട്ട് ഈ പറഞ്ഞ സി കെ റെസ് ടു കെ ആ ഒരു ഇതിനും വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ നമുക്കൊരു യുണീക്ക് റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സി കെ റെസ് ടു കെയുടെ കേസിൽ വരുമ്പോഴും അവിടെയും എന്താ എഫ് ഓഫ് എയുടെ കേസിലും നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ഉണ്ടെന്ന് കിട്ടും. അടുത്തത് കൊറോളറി. കൊറോളറി അടുത്ത ദിവസം പഠിക്കാം, അതാണ് നല്ലത്. അപ്പൊ ഇത് നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഇടാം. കാരണം ഇത് കഴിഞ്ഞ വർഷമൊന്നും ഇല്ലാത്തൊരു ടോപ്പിക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് ആദ്യമായിട്ട് പഠിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ നിങ്ങൾക്ക് പഠിക്കാൻ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊന്നും കൂടെ ഇടാം കേട്ടോ.